ഐശ്വര്യ ആരാണ് നീ? ചേട്ടാ, ചേട്ടൻ്റെ ജോലി നോക്കും. പട്ടുസാരി, മുല്ലപ്പൂ, ചുമ്മാ ഇങ്ങനെ മണത്തോണ്ടിരിക്കാൻ തോന്നുന്നു. എന്നെ കണ്ട കല്യാണ ചെറുക്കനെ പോലെ തോന്നുന്നുണ്ടോ? ഏയ് ഏയ് എന്താ മണവാട്ടിയുടെ മുഖത്തെന്താ ഒരു സന്തോഷമില്ലാത്ത? ഉണ്ടല്ലോ. നിന്നെ കണ്ടാലറിയാം. കാര്യം എന്താ? പറ. നമ്മൾ എടുത്ത തീരുമാനം ശരിയാണോ? ഇത് ഞാൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ലല്ലോ. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ പറ, ഇപ്പം അവസാനിപ്പിച്ചേക്കാമല്ല. ഗൗതത്തിൻ്റെ ഇഷ്ടം പോലെ എൻ്റെ ഇഷ്ടവും. ഞാൻ എന്ന് മുതൽ സ്നേഹിക്കുന്നു അന്ന് മുതൽ ഞാൻ നിന്റെ കൂടെയാ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഗൗതം. ഇപ്പോൾ ജസ്റ്റ് സൈൻ. ആരാടാ ഇവര് ഹാർമോണി പെട്ടിയൊക്കെ തൂക്കിക്കൊണ്ട് പോകുന്നു? അതാണ് രജിസ്റ്റർ. ഓ, സാറേ, വന്നിരിക്കുന്ന ലോക്കൽ എംപിയുടെ മോളാ. പി 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 പിന്ന് മേള അടിക്കാനായിട്ട് എന്താണ് പ്രശ്നം? ചെറുക്കന്റെ പേര് ഗൗതം, പെണ്ണിന്റെ പേര് ഐശ്വര്യ. രജിസ്റ്റർ ഫിനിഷ് ചെയ്യാം. നിങ്ങളെല്ലാം കോളേജ് സ്റ്റുഡൻസ് ആണോ? ഈ തലയും വെച്ചിങ്ങോട്ട് വരരുന്ന് പറഞ്ഞല്ലേ. ഇപ്പൊ സാറ് കണ്ടില്ലേ നമ്മളെ സംശയിക്കുന്നത്? ഡിഗ്രി കഴിയുന്നതിന് മുമ്പേ കെട്ടുകയാണോ? നിങ്ങൾ പറയുന്ന പോലെ ഡിഗ്രി കഴിഞ്ഞ് കല്യാണം കഴിക്കണമെങ്കിൽ ഞങ്ങളുടെ കയ്യിലുള്ള അരിയർ തീർന്നു വരുമ്പോഴത്തേക്കും കുറഞ്ഞ 40-50 വർഷമെങ്കിലും ആവും. മതിയാവോ? ജീവിക്കേണ്ട പ്രായം രാഹുകാലത്തിൽ വന്നിരിക്കുന്നു. 1 മണിക്കൂർ ക്ഷമിക്കേ. എനിക്കതിലൊന്നും വിശ്വാസമില്ല. നിങ്ങളെല്ലാം റെഡിയാക്ക്. 1 മണിക്കൂറല്ലേ? ക്ഷമിക്ക്. ശരി, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ തന്നെ തലയാട്ടം തുടങ്ങി. വാ വാ. ഇത് തേയില സഞ്ചി അതോ മറ്റെന്തെങ്കിലും ആണോ? കണ്ടിട്ട് എന്താ തോന്നുന്നത്? പിന്നെന്തിനാ മുഖം ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നേ? അളിയ തേയില തന്നെയാണല്ലോ അല്ലേ ഈ സഞ്ചി? നമ്മുടെ കല്യാണം എപ്പോഴാ വെക്കുന്നത്? ചായ ഇങ്ങ് വാങ്ങടാ. എന്താടാ കൊണ്ടുപോടോ. എത്ര നേരമായി? ഇന്നാടാ ഓസല്ലേ കേറ്റിക്കോ. എങ്ങനെയുണ്ട് ഈ ചുറ്റുപാടൊക്കെ? ഗീതയ്ക്ക് ആദ്യം കൊടുക്ക്. ചേച്ചിക്ക് എന്തിനാണ് കൊടുക്കുന്നത്? ചൂടാ, സൂക്ഷിച്ചൂടി. ഐസേ, ഇവനെന്താ അമ്പലത്തിലെ തീർത്ഥാണോ കൊടുത്തത്? വാങ്ങി ഭവ്യതയോടെ ഇരിക്കുന്നല്ലോ. ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ, ഇങ്ങനെ ഒരു കറക്കി കൈവച്ചൊന്ന് പൊത്തിയാൽ ഉടനെ നാക്കി പോലും തൊടാതെ അങ്ങ് തൊണ്ടയിലേക്ക് അങ്ങ് ഒഴിക്കണം. അറിയാതെ നാക്കിലെങ്കിലും പറ്റിയോണ്ടല്ലോ ഉടനെ വാള് വെക്കും. എന്ത് പറയാനാ, വീട്ടിലെ ചായ കുടിച്ച തിക്കായിട്ടുണ്ടാവും. ഇവന്റെ കടയിൽ നിന്ന് കുടിച്ചാലോ ഒരു കിക്ക്. ആ പൂസിലങ്ങ് വീട്ടിൽ പോണം. ചായ കുടിക്കാൻ പോലും ഇവർക്ക് അറിയില്ല. കുടിക്കാൻ പറ്റില്ലെങ്കിൽ വിട്ടേക്ക്. വേറെ എന്തെങ്കിലും വേണോ? വട വാങ്ങട്ടെ. ഒരു ഉഴുന്നുവട എടുക്കാൻ പറ. എടോ 2 പരിപ്പോടതാ. ഉഴുന്നുവട വേണോ അല്ലേ? എവിടാ വെച്ചത്? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എന്താണ് ഇത്? നിക്ക്, അവൻ കഷ്ടത്തിൽ കൈയിട്ട് അന്വേഷിക്കുന്നേ ഉള്ളടാ. കൈയിട്ട് ഞോണ്ടി വട പറിച്ചു തരും. എടാ കൈ എടുക്കടാ. ഇവൻ നമ്മളെ വാള് വെപ്പിക്കാത്ത വിടത്തില്ലെന്നാ തോന്നുന്നത്. അന്ന് ബൈക്കിൽ കയറാൻ പറഞ്ഞപ്പോ മടിച്ച പെണ്ണാ. ഇന്ന് കണ്ടോ, രജിസ്റ്റർ ഓഫീസ് വരെ എത്തിയില്ലേ? എല്ലാം പ്രേമത്തിന്റെ കുരുക്ക് അല്ലേ ഐശു? ഞാനും ഒത്തിരി ദിവസമായി ആലോചിക്കുന്നു ഒരു രജിസ്റ്റർ മാരേജ് ചെയ്യാൻ വേണ്ടി. എടാ പെട്ടെന്നൊരു തീരുമാനം എടുക്കണ്ട. അകത്ത് രജിസ്ട്രാറിനോട് പോയി ചോദിക്കേ, ഇവിടെ 60-ാം കല്യാണമൊക്കെ നടത്തുന്നു. ചേട്ടൻ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? ഉണ്ടോന്നോ? ഞാൻ ഒത്തിരി പേരെ എടാ, നല്ല രീതി വളർന്നൊരു പെൺകുട്ടിയത്. നിനക്ക് വേണ്ടി എല്ലാം വലിച്ചെറിഞ്ഞിട്ട് നിന്റെ പുറകെ വന്നേക്ക്. ജീവിതത്തിന്റെ ഏതൊരു നിമിഷത്തിൽ പോലും നമ്മൾ തെറ്റ് ചെയ്തെന്ന് അവള് ചിന്തിക്കരുത്. അല്ല, ചിറ്റപ്പനോട് എന്താ പറയാൻ പോകുന്നത്? ഒരു പിടിയില്ല. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത്രയും സന്തോഷം കിട്ടില്ലായിരുന്നു. കുട്ടിക്കാലം മുതൽ എല്ലാം എൻ്റെ ഇഷ്ടത്തിൽ തന്നെയായിരുന്നു. എൻ്റെ കല്യാണത്തിന് നാട്ടുകാരെല്ലാം വിളിച്ച് വലിയ ആഘോഷമാക്കാമായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് പോയി നിൽക്കാം. അപ്പോൾ എല്ലാം ശരിയാണെന്ന് വിചാരിക്കുന്നു. സാറ് പറഞ്ഞ രാഹുകാലം കഴിഞ്ഞോ? ഒരു 10 മിനിറ്റും കൂടി ക്ഷമിക്കുക. എന്താ MP പറഞ്ഞായിരിക്കും അല്ലേ? പച്ചക്കറിയും തൈരും എന്നും തിന്ന് ശീലിച്ച പട്ടർക്ക് ഇത്രയും ബുദ്ധിയൊക്കെ വരുന്നുണ്ടെങ്കിൽ കണ്ട ആടിനെയും മാടിനെയും തിന്നുന്ന ഞങ്ങൾക്ക് എത്ര ബുദ്ധി ഉണ്ടാവും ഓർക്ക്. നിങ്ങളുടെ MP വന്നതിന് ശേഷം മുറപ്രകാരമുള്ള കല്യാണം നടത്താം. ഇപ്പോൾ ഞങ്ങളുടെ മുറപ്രകാരം. സീനിയർ മാലയുടെ റെഡിയാണ് ജൂനിയർ. ഇന്നാ ഇതാ പിടി.
മാലയുടെ ഇട്ടോളൂ. താലിയെടു. ജൂനിയർ മച്ചന് താലി എടുത്ത് കൊടുക്കടാ. ഏയ് ആഹാ. താലി കെട്ടാനൊന്നും നിന്നെ ആരും സഹായിക്കണ്ടല്ലോ. 1 2 3 Happy married life. ഐശ്വര്യ എല്ലാം നശിപ്പിച്ചില്ലേടി ഏരണം കെട്ടവളെ. ആരും ഇവിടെ നിന്ന് ജീവനോടെ പോകരുത്, കൊല്ലവനെ. സ്റ്റെയിൻ ചെയ്യരുതേ. കിടന്നു, ഒന്നും പേടിക്കണ്ട. കിടന്നു കിടന്നു കിടന്നു. റിലാക്സ് റിലാക്സ്. എന്താ മോനെ ഇത്? അതൊക്കെ കഴിക്കണ്ടേ? ഇത് കുടിക്ക്. മതി മതി ചിറ്റപ്പ. എനിക്ക് യേശുവിനോട് വെറും പ്രണയം മാത്രമല്ല തോന്നിയത്, അതിനുമൊക്കെ അപ്പുറത്ത് അവൾ എൻ്റെ ജീവൻ്റെ ഒരു ഭാഗമായിരുന്നു. അതാ സത്യം. അവളുടെ കൂടെ 100 വർഷം ജീവിക്കണമെന്നല്ല, ഒറ്റ ദിവസം ജീവിച്ചിരുന്നാൽ കൂടെ ഒരു യുഗം ജീവിച്ച തൃപ്തി എനിക്കുണ്ടായേനെ. അതിനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയില്ല. ജൂനിയർ അളിയ, എന്തായി? പറഞ്ഞ പോലെ അവളെ എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു നോക്കി, പക്ഷെ അവൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. എടാ എടാ എന്താ നീ കാണിക്കുന്നത്? അളിയ, എടാ എടാ പറയുന്ന നോക്കി നോക്കി. എടാ എന്താ ഈ കാണിക്കുന്നത്? എടാ വേണ്ട, അവർക്ക് ഇപ്പോഴും നമ്മളോട് ദേഷ്യം. എടാ എടാ പറയുന്ന കേക്കടാ. വേണ്ട. എടാ എടാ പറയുന്ന കേക്കടാ ഒന്ന്. എപ്പോ കാണാവുന്ന നീ പറയുന്ന കേക്കല്ലേ? എന്താടാ ഒച്ച? വണ്ടിയുടെ മനുഷ്യനൊന്ന് ചിന്തിക്കുന്നു, പക്ഷേ ദൈവം മറ്റൊന്ന് തീരുമാനിക്കുന്നു. എൻ്റെ ആഗ്രഹം സാധിച്ചു തരാഞ്ഞ ദൈവം എൻ്റെ ചിറ്റപ്പൻ്റെ ആഗ്രഹം നിറവേറ്റി. മരണക്കിടക്കയിൽ വെച്ച് ഒരു മനുഷ്യൻ്റെ ആഗ്രഹം തള്ളിക്കളയുന്നവൻ ഒരു മനുഷ്യനെയല്ല. ഇപ്പം ഞാൻ ഒരു മനുഷ്യനായി ശ്രമിക്കുക. നന്ദിനി എന്ന പെണ്ണുമായിട്ട് എൻ്റെ ജീവിതം നിർണയിച്ചിട്ട് ചിറ്റപ്പൻ പോയി. രാമായണത്തിൽ സുന്ദരകാന്ഡം ഒരു പ്രാവശ്യം മാത്രമാണ് വന്നത്. എൻ്റെ ജീവിതം മാത്രം എന്താ വിധിക്ക് കീഴടങ്ങാതെ പോവൂ?